ഞാൻ കാണുന്ന ഒരു പരിഹാരം രണ്ട് തലത്തിലാണ്. ഒന്ന്, ഇങ്ങനെയുള്ള കുട്ടികൾ വരാതിരിക്കാൻ നോക്കാം, അതായത് ജന്മം എടുക്കാതിരിക്കാൻ നോക്കാം. രണ്ടാമത്, എടുത്ത കുട്ടികൾ, ഇപ്പൊ വന്നവരെ ഇനി നമുക്ക് ഗർഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയുടെ 6ാമത്തെ മാസം മുതൽ ആ കുട്ടിയുടെ വിചാരങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ്. മനസ്സിന്റെ വികാസം 6ാമത്തെ മാസം എന്ന് സൈക്കോളജിസ്റ്റുകളും ഇന്ന് സമ്മതിക്കുന്നുണ്ട്. 6ാമത്തെ മാസമാണ് അത്രേ മുകളിലേക്ക് തലവെച്ച കുട്ടി ഗർഭപാത്രത്തിൽ താഴോട്ട് വീഴുന്നത്. അതോടുകൂടി ബോധമുണരുന്നു എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഭിമന്യുവിന്റെ കഥ, ഗർഭപാത്രത്തിൽ വെച്ച് യുദ്ധതന്ത്രം കേട്ട കുട്ടിയുടെ കഥ. ഭാഗവതത്തിൽ പ്രഹ്ലാദന്റെ കഥ പറയും. 6ാമത്തെ മാസം ഭാഗവതം കേട്ടു എന്നാണ്. ഇപ്പൊ കുട്ടി കേൾക്കുന്നത് ചെവിയിലൂടെയല്ല, ഈ തരംഗങ്ങൾ ആ ഫ്ലൂയിഡിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് കുട്ടിയുടെ ബുദ്ധിക്കുണ്ട് എന്നാണ്. അപ്പൊ 6ാമത്തെ മാസം മുതൽ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നു എന്ന് മാതാവ് തിരിച്ചറിഞ്ഞ് ടെൻഷൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക. അത് ഇന്നിപ്പോ ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, TV, സീരിയൽ തുടങ്ങിയിട്ടുള്ള കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് കുട്ടിക്ക് റിയാക്ഷൻ ഉണ്ടാക്കും. അത് ഒഴിവാക്കുക. നല്ല വിചാരങ്ങൾ, നല്ലത് വായിക്കുക, നല്ലത് കേൾക്കുക. അതിനാണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ, പഴയ കാലഘട്ടത്തിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ രാമായണം വായിച്ച് കേൾപ്പിക്കുക, ഭാഗവതം വായിച്ച് കേൾപ്പിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ തിരിച്ചു വരുന്നുണ്ട്. ധാരാളം സപ്താഹങ്ങളിൽ ഗർഭിണികളെ കൊണ്ടുവരുന്നുണ്ട്. ഈവൻ എനിക്കൊരു അനുഭവം ഉള്ളത്, ഒരു ക്രിസ്ത്യൻ ലേഡിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെന്തിനാ എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവർക്കും വേണ്ടതാണെന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ്, അല്ലാതെ ഒരു മതവിഭാഗത്തിൻ്റെതല്ല. കുട്ടി എന്ന് പറയുന്നത് മതം, അതിനെന്ത് മതമുണ്ട് ഗർഭത്തിൽ കിടക്കുമ്പോൾ? നല്ലത് കേൾക്കണം. അപ്പൊ ആ വിചാരങ്ങളിൽ മാറ്റം വരുത്തണം. നല്ലത് വായിക്കുക, നല്ലത് ചിന്തിക്കുക. രണ്ടാമത്തത്, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അമ്മ കഴിക്കുന്ന ഫുഡില്. ഭാഗവത്തിൽ കപിലൻ എന്ന് പറയുന്ന ഒരു അവതാരമൂർത്തി പറയുന്നത്, ഗർഭിണിയായിരിക്കുന്ന അമ്മ കട്വാമ്ല ലവണ അത്യുഷ്ണ രൂക്ഷഗന്ധ വിതാഹിന, അതായത് കൂടുതൽ എരിവും പുളിവും ചൂടും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ അത് ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പറയുന്നത്. കുട്ടിക്ക് പെട്ടെന്ന് റിയാക്ഷൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, പണ്ടുകാലത്ത് മുത്തശ്ശിമാർക്ക് ഈ അറിവുണ്ടായിരുന്നു, കൂടുതൽ എരിവും പുളിവും അതുപോലെ ഉപ്പുള്ള ഭക്ഷണങ്ങൾ, ചൂടുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത് എന്നുള്ളത്. ഇതൊക്കെ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ഗർഭത്തിലിരിക്കുന്ന സമയത്ത് അമിതമായ മരുന്നുകളുടെ സ്വാധീനം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. ആയുർവേദ മരുന്നുകളിലേക്ക്, സൈഡ് എഫക്ട് കുറഞ്ഞ മരുന്നുകളിലേക്ക് അമ്മമാര് വരണം. അച്ഛനമ്മമാരുടെ പെരുമാറ്റത്തിലും വളരെയധികം നിഷ്കർഷ ചെയ്യണം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇനി ഗർഭം ധരിക്കാൻ